ഹലോ ഫ്രണ്ട്സ്, ട്രിക് ടീച്ചർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് 6-ാം തീയതി +1 പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ എപ്പോഴുമുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ പോലെ തന്നെ ഈ വർഷവും നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ, മോഡൽ എക്സാം പേപ്പേഴ്സ് അനലൈസിസ്, അതേപോലെ തന്നെ ഫൈനൽ പബ്ലിക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസിസിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ അനുബന്ധിച്ചിട്ട് ഏറ്റവും വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യനുകൾ, അതിൻ്റെ ആൻസറുകൾ വളരെ കൃത്യമായിട്ട് ഉചിതമായിട്ട് എഴുതാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ വാർത്തെടുത്തിരിക്കുന്ന വീഡിയോകളാണ് ഇനി അങ്ങോട്ട് വരാനുള്ളത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ഏവരും നമ്മൾ ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല നല്ല കണ്ടൻറ്റുകൾ ഇടാനുള്ളൊരു ഊർജ്ജം കൂടി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് സിൽബൈനൽ ഖാനത്തൈൻ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക, ബ്ലാങ്ക് സെലക്ട് ചെയ്ത് എഴുതുക, അതൊക്കെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനാണത്. അതിലേകദേശം 8 മുതൽ 12 മാർക്കോളം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു പോർഷൻ കൂടിയാണ്. അതായത് ഏകദേശം ഞങ്ങളുടെ 80 മാർക്കിൻ്റെ നോക്കി ഏകദേശം 15% നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത്രയും കാലം ചോദിച്ചിരിക്കുന്ന എക്സാം പേപ്പറുകൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സിൽബൈനൽ ഖാനത്തൈൻ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സെക്കൻഡ് സെഷനിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനും ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തുകൊണ്ട് ഇതൊന്ന് മനസ്സിൽ മനഃപ്പാടമാക്കി അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റാണ് നമ്മളിതിവിടെ ഉപയോഗിക്കുന്നത്. സോ എല്ലാവരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് വീഡിയോസ് ഇനി വരാറുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. വീഡിയോസിൽ അധികം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പക്ഷേ കണ്ടൻറ്റ് അടിപൊളിയായിരിക്കും, നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ അന്ന് മനസ്സിലാകും. ഓക്കെ, താങ്ക് യു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 അറബിക്കിൽ മാർച്ച് 2025 നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും. സിൽബൈനൽ ഖാനത്തൈൻ അല്ലെങ്കിൽ സിൽബൈനൽ മുനാസിബൈൻ, യോജിച്ചത് ചേർക്കുക അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക, ബ്ലാങ്ക് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. ഇവയൊക്കെയും ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, ഈ ഒരു പോർഷനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ചോദിക്കുന്നത് പല രീതിയിലാണെങ്കിലും സംഭവം കണ്ടൻറ്റ് ഇത് തന്നെയായിരിക്കും. നമ്മളിതിനെ 2 കോളം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻസിനെ 2 കോളങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലെ ബാറാത്തുൽ ഊല ആൻഡ് അൽ ബാറാത്തുൽ സാനിയ. ഓക്കെ, ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളം. അപ്പം ഇതിന് യോജിച്ചത് മറുപുറത്തുണ്ടാക്കാം, ചിലപ്പോൾ ബ്രാക്കറ്റിലുണ്ടാകാം, നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം തീർച്ചയായിട്ടും ഇത് പഠിച്ചിട്ട് പോവുക. ഓപ്ഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നില്ല. ഓപ്ഷൻസ് ചിലപ്പം ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാതെയും ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാം. അപ്പം തീർച്ചയായിട്ടും മറുപുറം ഇപ്പുറത്തുള്ളത് ഇബ്നു സീനക്ക് കാനൂൻ ഫിത്തബ്, അതാണെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നത് തന്നെ സാരം. അപ്പോൾ കാനൂൻ ഫിത്തബ് ദ മെഡിക്കൽ ലോസ് അല്ലേ, കാനൂന് നിയമങ്ങളാണ്, ഫിത്തബ് മെഡിസിൻ. അപ്പം ഡോക്ടറാണ്, ഷെയ്ഖാണ്. ഇബ്നു സീന എന്നുള്ളതാണ് അതിന് യോജിച്ചത് വരിക. അപ്പം ഒരു 5 എണ്ണം തന്നിട്ട് 5 ബ്രാക്കറ്റിൽ തരും, അല്ലെങ്കിൽ മറുപുറത്ത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഏതാണോ യോജിച്ചത് അതിന് എഴുതാൻ വേണ്ടിയിട്ട് തരും. അങ്ങനെയൊക്കെയാണ് ഇത് തരിക. ഇപ്പോൾ കാനൂന് ഫിദ്ദബ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഇബ്നു സീന മാത്രമാണ് അപ്പുറത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ ഒപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഫിദാഉൽ വിത്തിന് വത്വനെ. ഓക്കെ, ഫിദാഉൽ വത്വനെ എന്ന് പറയുന്നത് ആയിരിക്കുകയാണ് ഇബ്രാഹിം നാജിയാണ്. ഷായർ ഇബ്രാഹിം നാജിയുടെ കവിതയാണ് ഫിദാഉൽ വത്വൻ. ഹലാവത്തുൽ ഉമൂമ എന്ന് പറയുന്ന ആ ഒരു ഡിസാസ്റ്റർ നടന്ന സ്ഥലത്ത് ഉമ്മു മഹ്ബൂബ, ഓക്കെ, സ്നേഹവതിയായ ഉമ്മ, അത് കഥാപാത്രമാണ്. ആ കുട്ടിയെ അവർക്ക് കിട്ടുമ്പോൾ, സന്നദ്ധ പ്രവർത്തകർക്ക് കിട്ടുമ്പോൾ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൽ ഉമ്മു മഹ്ബൂബ, ഓക്കെ, പ്രിയപ്പെട്ട ഉമ്മ, ഹലാവത്തുൽ ഉമ്മൂമ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തു നിന്നുള്ളതാണ്. അതുൽ ഇൻസാൻ, മുഹദ്ദിറാത്ത്, മയക്കുമരുന്ന്. ഷായറു അന്നയിൽ, ഹാഫിൽ ഇബ്രാഹിമാണ്. ഹാഫിൽ ഇബ്രാഹിം ബക്കയാണ്. ഓക്കെ, ഇതിൽ മാറിപ്പോകാൻ ചാൻസുള്ള 2 സാധനങ്ങളാണ്. ഫിദാഉൽ വത്വന് ഏറ്റവും അവസാനത്തെ പദ്യം ഇബ്രാഹിം നാജിയാണ് കേട്ടോ. ഷായറു അന്നയിൽ, ഹാഫിൽ ഇബ്രാഹിം ബക്ക. അടുത്തത് ഖിയമുൽ ഇൻസാനിയ, മനുഷ്യത്വത്തിൻ്റെ വാല്യൂസ്. ഓക്കെ, ഹ്യൂമൻ വാല്യൂസ്. ഇലിയ അബു മാലി,
കം തെസ്തക്കി. ഓക്കെ. ഹനാൻ ലഹാം കാത്തിബ സൂര്യ. കാത്തിബത്ത് എന്നുണ്ടാവും. ഹനാൻ ലഹാം ഒരു സ്ത്രീയാണ്. സോ കാത്തിബത്ത് എന്ന് എങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ. സൂര്യ സിറിയൻ എഴുത്തുകാരിയാണ്. അടുത്തത് ഈലിയ അബു മാലി. ഓക്കെ. ഈലിയ അബു മാലി ഷാഹിർ മഹ്ജരിയ. ഓക്കെ. ഈലിയ അബു മാലിയുടെ അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കട്ടോ. ഈലിയ അബു മാലി ഖിയാമുൽ ഇൻസാനിയ, ഈലിയ അബു മാലി ഷാഹിർ മഹ്ജരിയ. ഓക്കെ. അടുത്തത് ഖദീജ ബിൻത് ഖുവൈലിദ്. ഖദീജ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനാണ്. ഓക്കെ. മുഅ്മിനീങ്ങളുടെ മാതാവാണ്. അടുത്തത് ഔഹനുൽ ബുയൂത്ത്. ഔഹനുൽ ബുയൂത്ത് ബൈത്തുൽ അങ്കബൂത്ത്. ഓക്കെ. ബൈത്തുൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തിയുടെ വീടാണ്. ഔഹനുൽ ബുയൂത്ത് തകർന്ന വീട്, അല്ലെങ്കിൽ ഓക്കെ തകർന്നടിഞ്ഞ വീട്. അടുത്തത് ഹനി അല്ലക്കും, നിങ്ങൾക്ക് വന്ദനം എന്ന് പറയുന്നത് തഹ്നിയത്തും തൊയ്യിബ. അതൊരു നല്ലൊരു എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഹനി അല്ലക്കും നിങ്ങൾക്ക് സ്വാഗതം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ദനം, നിങ്ങൾക്ക് ഒരു അസ്സലാമു അലൈക്കും പറയും പോലെയുള്ള ഒരു സംഭവമാണ്. ഓക്കെ. ആശംസ. ഓക്കെ. തഹ്നിയത്തും തൊയ്യിബ നല്ലൊരു ആശംസയാണത്. അടുത്തത് കം തെസ്തക്കി. കം തെസ്തക്കി ആരാണ് എഴുതിയിരിക്കുന്നത്? ഈലിയ അബു മാലിയുടെ കം തെസ്തക്കി. അത് ഓർമ്മിച്ചേക്കാം. അവലുൽ ഖുലഫ ഉർ റാഷിദീൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസിയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നസീഹത്തുൻ അലീമ, പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അല്ലെങ്കിൽ വമ്പിച്ച വിലയുള്ള എന്താണ് ഉപദേശങ്ങളാണ്. ദുറാത്തു സമീന 8 ഉപദേശങ്ങളുണ്ടല്ലോ, അത് തന്നെയാണ്. വിലായത്തുൻ ജമീല, നല്ല ഭംഗിയുള്ള നാട് കേരള. അബുൽ കലാം ആസാദ് എഴുതിയിട്ടുള്ള കാത്തിബ് തർജമാനൽ ഖുർആൻ. തർജമാനൽ ഖുർആൻ എഴുതിയിട്ടുള്ള ആളാണ് അബുൽ കലാം ആസാദ്. അപ്പോൾ അത് ഓർമ്മിച്ചേക്കാം. ന്യാമത്തും മിനല്ല, ഇത് നമ്മളെ വെള്ളത്തിനെ കുറിച്ച് സംസാരിക്കുന്ന പാഠഭാഗത്തിന് വരുന്നതാണ്. ന്യാമത്തും മിനല്ല അൽമാഉ. ഓക്കെ. അടുത്തത് അവലുൽ ഖുലഫാ ഉർ റാഷിദീൻ. ഖുലഫാ ഉർ റാഷിദീങ്ങളിൽ ആദ്യത്തെ ഖലീഫാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഷാഇറുൽ ലബനാനിയ. ഓക്കെ. ഇലിയ അബു മാലി. ഇലിയ അബു മാലിനെ തിരിച്ചും മറച്ചു വിടുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇലിയ അബു മാലി ഷാഇർ അൽ മഹ്ജർ കൂടിയാണ് കേട്ടോ. ഷാഇർ ലബനാനിയാണ്, ഷാഹിർ അൽ മഹ്ജറാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാത്തിബത്ത് സൂര്യ ഹനാൻ ലഹാം. അടുത്തത് ഷാഹിർ മഹജരിയ ഇലിയ അബു മാലി. വീണ്ടും ഇവിടെ താഴത്ത് നിങ്ങൾക്ക് റിപ്പീറ്റഡായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ. ഷാഹിർ മഹജരിയയും വന്നിട്ടുണ്ട്, ഷാഹിർ ലബനാനിയും വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഇലിയ അബു മാലി തന്നെയാണ്. ഇനി ഹാഫിൽ ഇബ്രാഹിം ബക്ക ഷാഹിറുൻ നെയിലാണ്, നെയിലിൻ്റെ കവിയാണ് ഷാഹിറുൻ നെയിൽ. ഇത് പഠിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞാൽ ഹാഫിൽ ഇബ്രാഹിം ബക്ക ഷാഹിറുൻ നെയിൽ പഠിച്ചേക്കാം. കാത്തിബത്ത് സൂര്യ ഹനാൻ ലഹാം സൂര്യയാണെന്ന് പഠിച്ചേക്കാം. ബാക്കി എന്ത് വന്നു കഴിഞ്ഞാൽ ഇലിയ അബു മാലി, ആ ഒരു രീതിക്ക് പഠിച്ചു വെച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അതുകൂടി ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ജലസൽ റാബു അല അഷജറത്തി, ജഹബൽ അബു ഇല സൂഖി. ഓക്കെ. അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാം. അൻസൽ അള്ളാഹു അൽ മത്തറമിന സമായി, വെള്ളത്തെ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കുന്നു. കേരള വിലായത്ത് ജമീല. മങ്കതബ അൽ ഖാനൂന് ഫിദ്ദിബ്. ഖാനൂന് ഫിദ്ദിബ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിസിൻ്റെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഇബ്നു സീന. ഇൽതഖ അൽ അസ്തിഖാ ഉഫി കണ്ടുമുട്ടി, കൂട്ടുകാരെ കണ്ടുമുട്ടി. ഫിർഹാബിൽ മദ്രസ, ആദ്യത്തെ പാഠത്തിൽ നിന്നുള്ളതാണ്. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, ഹദീസാണ്. ഓക്കെ. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, ഖുർആനായത്താണ്. അത് ഓർമ്മിച്ചേക്കുക. അഫ്രൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഇറക്കിയിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ? അൽ മാ അല്ലദീ തശ്റബൂൻ, ഞങ്ങൾ കുടിക്കുന്നതായിട്ടുള്ളത്. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ വസിയത്ത് ചെയ്തിരിക്കുന്നു, അള്ളാഹു വസിയത്ത് ചെയ്തിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. അഹമ്മദ് വഖദീർ സുദിയഖാനി, അത് ഒരു പ്രാവശ്യം വന്ന ചോദ്യം, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സിൽബൈൻ അൽ ഖാനത്തൈൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. പലപ്പോഴും റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ യോജിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിൽ ഹൃദയസ്ഥമാക്കി കഴിഞ്ഞാൽ 12 മാർക്കോളം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഖാനൂന് ഫി തിബ് ഇബ്നു സീന, ഫിദാഉൽ ലിൽ വത്തൻ ഇബ്രാഹിം നാജി, ഹലാവത്തുൽ ഉമൂമ ഉമ്മു മഹബൂബ, അൽ മുഖദ്ദിറാത്ത് അദുവുൽ ഇൻസാൻ. നെക്സ്റ്റ് ഹനാൻ ലഹാം,
ഇതിലേതാണ് കാത്തിബത്ത് സൂര്യ. കാത്തിബത്ത് എന്ന് വന്നിട്ടുണ്ട് മുഅന്നസാണ്. ഷാഇറുൻ നീൽ. ഷാഇറുൻ നീൽ ആരാണ്? ഹാഫിൽ ഇബ്രാഹിം നാജി. ഓക്കെ, ഹാഫിൽ ഇബ്രാഹിം എന്ന് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ യോജിച്ചത് ഇബ്രാഹിം ബക്കയാണോ ഇബ്രാഹിം നാജി ആണോ എന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ഷാഇറുൻ നീൽ ആരായിരുന്നു? നമ്മൾ അതേ പറഞ്ഞിരുന്നു, ഓർമ്മിച്ച് വെക്കാൻ ഹാഫിൽ ഇബ്രാഹിമാണ്. ഓക്കെ, ഇലിയ അബു മാലി. ഇലിയ അബു മാലി കം തെസ്റ്റയ്ക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ വരിക? ഷാഹിറുൽ മഹ്ജർ വരും. ഓക്കെ, അടുത്തത് അൽ അമാനത്ത്, സത്യസന്ധത. എന്താണ് അതിൽ വരുന്നത്? അൽ ഖിയമുൽ ഇൻസാനി, അതൊരു ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ ആണ്, അതൊരു മനുഷ്യൻ്റെ നല്ലൊരു ഗുണമാണ്. ഓക്കെ, അൽ ഇബ്നു സീന. ഇബ്നു സീന ഖാനൂനു ഫി ദിബ് വന്നിട്ടുണ്ട്. ഇബ്രാഹിം നാജി. ഇബ്രാഹിം നാജിയുടെ പോയം ഫിദാ ഉൽ വത്തന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇലിയ അബു മാലി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അൽ അമാനത്ത് ഖിയമുൽ ഇൻസാനിയ ഓർമ്മിച്ചേക്കാം. ഇലിയ അബു മാലിയുടേത് കം തെസ്റ്റക്കി ബൈ ഇലിയ അബു മാലി. പിന്നെ ഷാഹിറുൻ നീൽ എന്നറിയപ്പെടുന്ന ഹാഫിൽ ഇബ്രാഹിം. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, ഷാഹിറുൻ നീൽ. ഓക്കെ, അടുത്തത് അക്മിലുൽ ഫറാ ബി വൽ ഈ കലിമത്ത് മുനാസ്ബത മിനൽ ഖൗസൈൻ. അത് തന്നെയാണ് ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓക്കെ, ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ആരാണ്? അവ്വലു അൽ ഖുലഫാ ഉർ റാഷിദീൻ അൽ മാഉ നിഅമതു മിനല്ലാഹ്. ഇതിൻ്റെ ബാക്കി ഹാഫിൽ ഇബ്രാഹിം ഷാഹിറു അന്നീൽ. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. സോറി, ഷാഹിറുൻ നീൽ തന്നിട്ടില്ലെങ്കിൽ നെയിലിൻ്റെത്, നെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നദിയാണ്, മിസ്രിയാണ്. സോ മിസുർ. ഓക്കെ, ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ അൽ ഖുർആനുൽ കരീം തൻസീലു മിനല്ലാഹി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഖുർആൻ വിശദമായിട്ടുള്ള ഖുർആൻ എന്ന ഗ്രന്ഥം അത് അള്ളാഹു ഇറക്കി തന്നിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വസിയത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസിയത്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓക്കെ, ഇമാം അൽ മുസ്ലിം ബിൻ ഹജ്ജാജ് ആണ് ആ ഒരു സ്വഹാബി. ഇമാം മുസ്ലിം ഹദീസിൻ്റെ റിപ്പോർട്ടർ മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് ആണ്. ഓക്കെ, അടുത്തത് മഅസ്സലാമ ഇല ലിഖ. രണ്ടും എന്താണ്? തഹ്നിയത്തുകളാണ്. കം തെസ്റ്റക്കി ഇലിയ അബു മാലി. മതാഖത്തുൽ ഖസ്മ് ഡിസ്കൗണ്ട് കാർഡാണ്. വസിയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോടാണ് വസിയത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹനാൻ ലഹാം കാത്തിബത്തു. പഠിച്ചില്ല, ഇപ്പം തന്നെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഹനാൻ ലഹാം കാത്തിബത്തു സൂരിയത്തുൻ. തുൻ വന്നിട്ടുണ്ടാകും. ലുഖിബ ഹാഫിൽ ഇബ്രാഹിം ബക്കെ സ്ഥാനപ്പേരാണ്. ലുഖിബ സ്ഥാനപ്പേരാണ്. എന്താണ് വിളിക്കുന്നത്? ഷാഇർ അന്നീൽ. അവ്വലുൽ ഖുലഫാ ഉർ റാഷിദീൻ ഹുവ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തുങ്കിയുൽ മർഅത ലി അർബഅ ലിമാലിഹ വലി ജമാലിഹ വലി ഹസ്ബിഹ വലി ദീനിഹ. ഇത് ഈ ഒരു ഹദീസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഈ ഒരു ഹദീസ് നിങ്ങൾ ഉറപ്പായി പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഇത് ചോദിച്ചിട്ട് 4 മാർക്കിന് ഞങ്ങൾക്ക് ഇത് ചോദിക്കൂട്ടാ. ഇലിയ അബു മാലി ഷാഇറു ലുബ്നാനിയു. ഓക്കെ, അടുത്തത് ഔഹനുൽ ബുയൂത്തിൽ ഉമ്മു സാലിമുണ്ട്. ഓക്കെ, അതായിരിക്കും. അൽ ഖുർആനുൽ കരീം. ഖുർആൻ അൽ ഫുർഖാൻ എന്ന് വേറെ പേരുണ്ട് ഖുർആനിന്. ഖദീജത്ത് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ഇവിടെ ഇല്ലേ? അത്വാഹിറ, വിശുദ്ധയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഇബ്നു സീന ആരാണ്? ഷൈഉർ റഹീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. വസീദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഓക്കെ, നാവ് ചെറുങ്ങനെ വായിക്കുന്നത് നോമ്പായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹനാൻ ലഹാം. വീണ്ടും വന്നു. ഇതാ ഞാൻ പറഞ്ഞത്, റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഹനാൻ ലഹാം ആരാണ്? കാതിബത്ത് സൂരിയ, ഹാഫിൽ ഇബ്രാഹിം, ഷാഹിറുൻ നീൽ, ഇലിയ അബു മാലി, ഷാഹിർ മെഹ്ജറിയ. വേറെ എന്ത് വന്നാലും അത് തന്നെയായിരിക്കും. ഇബ്നു സീന ഷെയ്ർ റഈസ്, ഖദീജ ബിൻത് ഖുവൈലിദ്, ഉമ്മുൽ കാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് കൂടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാലിദ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൽ ഖാനൂനു ഫിദ്ദിബ് അല്ലഫഉ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അൽ ഖാനൂനു ഫിദ്ദിബ്. ആരാണ് രചിച്ചത് എന്നതാണ്. ഓക്കെ, അല്ലഫ എന്ന് പറഞ്ഞാൽ രചിക്കുക. ഇബ്നു സീന. ഫിദാഉൽ വത്തൻ മൽനൂമുല്ലി
ഇബ്രാഹിം നാജി ഫിദാവുൽ വത്തനി. ഫിദാവുൽ വത്തനിൽ നിന്ന് കാര്യമായിട്ട് ആസ്വാദനക്കുറിപ്പൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ചോദിച്ചാൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളിലൊക്കെയാണ് ഫിദാവുൽ വത്തനി കണ്ടിട്ടുള്ളൂ. അൽ ജാമി സഹീ കാത്തിബിലി, അൽ ജാമി സഹീ കാത്തിബിലി സഹീ ബുഖാരിയാണ് ചോദിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് അൻസലല്ലാഹു അൽ മതറ മിനസ് സമാഇ ജലസൽ ഉറാബു അല ഷജറത്തി സഹബൽ അബു ഇലസ്സൂഖി. അൻസലല്ലാഹു മതറ മിനസ് സമാഇ, അള്ളാഹു ആകാശത്തിൽ നിന്നും മഴയെ വെള്ളത്തെ ഇറക്കുന്നു. ജലസൽ ഉറാബു അല ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ കാക്ക ഇരിക്കുന്നു. സഹബൽ അബു ഇലസ്സൂഖി, പിന്നെ അങ്ങാടിയിലേക്ക് ഉപ്പ പോയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹനാൻ ലഹാം, വീണ്ടും ഹനാൻ ലഹാം ആരാണ്? ഔഹനൽ ബുയൂത്ത്. അസ്വിഹത്തു നിയമത്തും മിന്യാമില്ല, അള്ളാഹുവിൻ്റെ പരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആരോഗ്യം. അൽ മുസിന്, അൽ മുസിന് അവിടെ നിൽക്കട്ടെ. ഇബ്രാഹിം നാജി, ഇബ്രാഹിം നാജി ആരാണ്? ഷായിർ മിസ്രിയ. അൽ ഖാനൂൻ ഫി തിബ്, അൽ ഖാനൂൻ ഫി തിബ് ഇബ്നു സീന. ഓക്കെ, അൽ മുസിന് അസ്സഹാബ്, സഹാബ് നീന്തലായിരുന്നില്ല, മുസൻ നടത്തം. ഓക്കെ, ഒരു ഇതുണ്ട്, അത് വിഷയമില്ല. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒപ്പിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ലുക്കിബബി, മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിമിനെ ലുക്കിബബി ഷായിറു അന്നേൽ, ഷായറുന്നീൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇലിയ അബു മാലി ഷായറു മിൻ ഷുഅറ ഇൽ മഹജർ. അൽ മുഹദിറാത്തു അദബുൽ ഇൻസാനി വൽ ഇൻസാനിയാത്ത്, ഹ്യൂമാനിറ്റി സൊസൈറ്റിക്കും വ്യക്തികൾക്കും മനുഷ്യന്മാർക്കും മുഴുവനും ശത്രുവാണ് മയക്കുമരുന്നുകൾ. തർജമാൻ അൽ ഖുർആൻ കതബഹു, ആരാണ് തർജമാൻ അൽ ഖുർആൻ എഴുതിയത്? അബുൽ കലാം ആസാദ്. കേരള വിലായത്തുൻ ജമീലത്തുൻ. ഞാൻ പറഞ്ഞത് റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഹനാൻ ലഹാം, ഹനാൻ ലഹാം കിസ്സത്തുൻ ജമീലത്തുൻ ഹനി അല്ലക്കും, ഹനി അല്ലക്കും. സോറി, ഹനാൻ ലഹാം കാതിബത്തു സൂരിയ കിസ്സത്തുൻ ജമീലത്തുൻ ഹനി അല്ലക്കും. ഓക്കെ, ഹനി അല്ലക്കും കിസ്സത്തുൻ ജമീലത്തുൻ. കം തെസ്തക്കി ഇലിയ അബു മാലി ഔഹനുൽ ബുയൂത്ത്, ഔഹനുൽ ബുയൂത്ത്. ഇവിടെ വേറെയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, അഞ്ചെണ്ണം. ഓക്കെ, ഹനാൻ ലഹാം കാത്തിബ സൂര്യ ഹനി അല്ലക്കും. ഹനിയല്ലക്കും, സോറി, ഹനിയല്ലക്കും ആരാ എഴുതിയിരിക്കുന്നത്? ഹനിയല്ലക്കും എഴുതിയിരിക്കുന്നത് ഹാഫിൽ ഇബ്രാഹിം ബക്കയുടെ കവിതയാണ്. സോറി. കംതസ്തക്കി എഴുതിയിരിക്കുന്നത് ഇലിയ അബു മാലിയാണ്. ഔഹനുൽ ബുയൂത്ത് ഖിസ്സത്തുൻ ജമീൽ, അത് നല്ലൊരു കവിതയാണ്, കഥയാണ്. വസിയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുർറാത്തു സമീന, 8 ഉപദേശങ്ങൾ. ഓക്കെ, അടുത്തത് നോക്കാം. ഓക്കെ, അടുത്തത് നൗഫൽ അൽ കിതാബ്. യഖ്റഉ നൗഫൽ അൽ കിതാബ. ഓക്കെ, അവൻ എന്നുള്ള അർത്ഥം വരണമെങ്കിൽ യാ വരണം, യഖ്റഉ വരണം. ഹാഫിദ് ഇബ്രാഹിം ഷായിർ ആരാണ്? ഹാഫിദ് ഇബ്രാഹിം ബക്ക ഷായിർ മിസ്രിയുൻ. ഇലിയ അബു മാലി ഷായിറുൻ ലുബ്നാനിയുൻ. ലഖിയ ബാബു വ മനോജ് ഫി റിഹാബിൽ മദ്രസ. കം തെസ്തക്കി മല്ലൂമുൻ ജമീല, അല്ലെങ്കിൽ കം തെസ്തക്കി മല്ലൂമുൻ, ഒരു പാട്ടാണ്, കവിതയാണ്. ഇത്രയാണുള്ളത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വന്നത് അഹമ്മദ് വ കബീർ സുദീഖ് എന്നുണ്ട്. സുദീഖാനി അവർ 2 ചങ്ങാതിമാരാണ്. ഓ വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. ഓക്കെ, ഇത് ചിലപ്പോൾ ജെറിൻ്റെ ഹർഫുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. അന്യാത്തു ഇസ്മുൻ യദുലു അലാ സിഫത്തി ഫി. അന്യാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു പേരാണ്. യദുലു, അത് കൽപ്പിക്കുന്നു. അലാ സിഫത്തി, അതിൻ്റെ ഒരു എന്ത് പ്രൊനൗൺ, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സവിശേഷത. ഫി ഇസ്മുൻ കബില ഉ, അതിൻ്റെ മുമ്പുള്ളൊരു ഇസ്മിൽ ഫെയിലും കബില ഉ, അതിൻ്റെ ഫെയിലാണോ ഹർഫാണോ. അന്യാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ന്യാത്തും മന്യാത്തൊക്കെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ആൻസർ വരുന്നത് ഇസ്മാണ്. ഓക്കെ, സിഫത്ത് ഫി ഇസ്മുൻ ഖബല. നിഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്. അത് നിഅത്ത് വന്നതിന് ശേഷമുള്ള ഇസ്മിനെ എന്ത് കൊടുക്കും? അതിൻ്റെ വിശേഷം നൽകും. ജാ റജുലു അൽ കരീം എന്ന് വരുമ്പോൾ ജാ റജുലു കരീം. ഓക്കെ, അപ്പോൾ കരീം എന്ന് പറയുന്നത് ഒരു നിഅത്താണ്. അതിന് മുമ്പേ ഉള്ള ഒരു ഇസ്മാണ് റജുൽ. അപ്പോൾ ആ ഒരു റജുലിനാണ് ആ കരീം എന്ന് പറയുന്ന ആ ഒരു എന്താണ് ബഹുമാനിക്കപ്പെടുന്ന ഒരു പുരുഷൻ. ആ പുരുഷനിലേക്കാണ് ഈ ബഹുമാനം എന്ന് പറയുന്ന നിഅത്ത് ആക്കപ്പെടുന്നത്. അപ്പോൾ ആരാണോ പിന്നെ അത് വിശേഷിക്കപ്പെടുന്നത് അതിനെ മൻഊത്ത് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ നൽകിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ഇനി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അല്ലാത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ നോക്കുന്നുള്ളൂ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നസഹൽ മരീലു, ആരാണ് രോഗിയെ ഉപദേശിക്കുക? തൊബീബ്. നസഹൽ മരീലു ബിജറ തഹ്ലീൽ ദം. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അജിബ് മൻ കതബ അൽ ഖാനൂൻ ഫിത്തുബ്, അത് ഇബ്നു സിനയാണ്. അത് റിപ്പീറ്റഡ് അല്ല. അൽ ജുംലത്തു നൗആൻ അവ്വല ജുംലത്തു ഫഅലിയ വസാനിയതു. അൽ ജുംലത്തു നൗആൻ അവ്വല ജുംലത ഫഅലിയ വസാനിയ. അതിൻ്റെ ആൻസർ നോക്കണം. അത് നമുക്ക് ഗ്രാമർ പാർട്ടിൽ പറയുമ്പോൾ വിശദീകരിക്കാം. അത് അജിബ് എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്നതാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് നോക്കാം. എൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഗ്രാമർ പാർട്ട് നോക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല, റിപ്പീറ്റഡ് അല്ലാത്തത്. ഇതിലും ഇല്ല ഒന്നും. ഓക്കെ, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഇൽതഖ ലസ്യക ഫി റിയാബിൽ മദ്രസ. ഐന ബൈതുക? ബൈതി ഫിൽ ഖറിയ. ഓക്കെ, മാജിദും ഫി ശുഅബത്തുൽ ഉൽമ. അൽ മദ്രസത്തു യദ്റുസു മാജിദ് ഫി ശുഅബത്തുൽ ഉൽമ. മാജിദ് പഠിക്കുന്നു ഫി ശുഅബത്തുൽ ഉൽമ. ശുഅബത്ത് വിഭാഗത്തിൽ ഉൽമ, സയൻസ് വിഭാഗത്തിൽ പഠിക്കുന്നു. ഹനാൽ ലഹം കാതിബത്തും മിൻ സൂരിയത്തുൻ എന്നാണ്. ഓക്കെ, ഫല്യൻദുറുൽ ഇൻസാന ഇലാ തുആമി ഹദിഹിൽ ഇബാറത്തു മിൻ ഫല്യൻദുറുൽ ഇൻസാന ഇലാ തുആമി അൽ ഖുർആൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നത്. അതിൽ ഗ്രാമർ പാട്ടുകൾ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പഴയ വീഡിയോസ് ഉണ്ടാകും. അപ്പം അതിൻ്റെ ലിങ്ക് കൂടി താഴെ നൽകാം. പിന്നെ അടുത്ത നമ്മൾ തർജ്ജമയിലേക്കാണ് പോകുന്നത്. തർജ്ജമയിൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരിക. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.